കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹഫയിലുള്ളത്. ഇത് മറതി ജഹലിവയാൽ ഭവിച്ചാൽ പിന്നെ സ്വീകാര്യമായത് പരിഗണിക്കുക തന്നെ എന്നും ബുജൈരിമി വ്യക്തമായി പറയുന്നതാ. 261 വന്നതാ. അള്ളാഹു തന്നെ സലാം പറഞ്ഞിട്ടുള്ളതാ. അത് മുഅ്മിനീങ്ങളിൽ മാത്രമായി കാണുന്നതാ. ഖുർആൻ ഷരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ. 12 സ്ഥലമിൽ തന്നിതും വിവരിച്ചതാ. അബുൽ ബഷർ ആദം മുതൽ നടപ്പുള്ളതാ എന്നും ഹദീസിൽ വ്യക്തമായി കാണുന്നതാ. സ്നേഹം പരസ്പരമിൽ വളർത്താൻ നല്ലതാ. അത് കാരണം ഈമാൻ ശരിക്കുറക്കുന്നതാ. ഈമാൻ ഉറച്ചവരെ കടക്കും സ്വർഗമിൽ. ഇതുപോലെ തന്നെ ഹദീസ് കാണാം മുസ്ലിമിൽ. ഇരു വീട്ടിലും ലഭിക്കട്ടെ എല്ലാ രക്ഷയും എന്നുള്ളതാ തസ്ലീം കൊണ്ട് വിവക്ഷയും. അതുമാത്രമല്ലത് പൂർണ്ണമായൊരു രീതിയിൽ മുറിയാതെ ശാശ്വതമായി വരട്ടിരു ലോകമിൽ. ഇവയൊക്കെയും തസ്ലീമതിൽ നിക്ഷിപ്തമാ. അവഗാഠമായി ചിന്തിച്ചവർക്കിത് വ്യക്തമാ. അള്ളാഹു എന്നും എപ്പോഴും പരിപൂർണനാ. അവസാനവും അവനാണ് ശിഷ്ടം ലാഫന. ഇതുപോലെ അവൻ്റെ അസ്മാ സിഫാത്തിലുമുള്ളതാ. അസ്മാക്കളിൽ ഈ അസ്സലാം ഉൾപ്പെട്ടതാ. ബഹുവചനമായി തന്നെ എപ്പോഴും ചൊല്ലേണ്ടതാ. കാഴ്ചക്കൊരാൾ തന്നെന്നു കണ്ടാലും ഇതാ. ഇരുഭാഗമിൽ അംലാക്കുകൾ രണ്ടുള്ളതാ. അത് പരിഗണിച്ച് നീ എപ്പോഴും ചൊല്ലേണ്ടതാ. അവരും സലാം കേട്ടുത്തരം നൽകുന്നതാ. അവരിരുവരെയും കരുതണം എന്നുള്ളതാ. അംലാക്കുകൾ മടക്കുന്നതിൽ ഫലമുള്ളതാ. റബ്ബിൻ്റെ ശിക്ഷയകന്ന് രക്ഷയുമുള്ളതാ. സുഹൃത്തുക്കളെ ഓർക്കേണ്ടതാണിത് രത്നമാ. തസ്ലീമ സമയം കരുതിയാൽ അത് ലഭ്യമാ. റൂഹുൽ ബയാൻ നോക്കുന്ന 470. അതുപോലെ റാസിയിൽ നോക്ക് 10-ാം ഭാഗമിൽ. ഞെരുക്കം വരാതെ നീ കാക്ക് റബ്ബേ ഞങ്ങളിൽ. കുഴപ്പം വരാതെ സലാമത്താക്ക് നീ അന്ത്യമിൽ. തസ്ലീമ സമയം ഹസ്തദാനം നല്ലതാ. അത് മുസ്തഫ നബിക്കുള്ള പതിവിൽ പെട്ടതാ. ഇത് റാസി 10 നോക്കിയാൽ കാണുന്നതാ. 213 പറഞ്ഞിരിക്കുന്നതാ. വൈരാഗ്യമുള്ളത് നീങ്ങുവാനും നല്ലതാ എന്നും ഹദീസ് മുവത്തയിൽ കാണുന്നതാ. അതിനോട് കൂടി മുഖപ്രസന്നത കാട്ടണം. സുന്നത്തു തന്നിത് നോക്ക് നീ അത് കാറിലും.